ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഇൻഫോ ടോക്ക് ഷോ. നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സ്വദേശ് മെഗാ ക്യൂസ് ആണ്. സ്വദേശ് മെഗാ ക്യൂസ് സ്കൂൾ തല മത്സരത്തിൽ ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സിലബസ് അനുസരിച്ചാണ് കേട്ടോ നമ്മൾ വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓൾറെഡി 2 വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ നിർബന്ധമായും കാണണം. പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ആ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ദേശീയ നേതാക്കളാണ്. സ്വദേശ് മെഗാ ക്യൂസിൽ മഹാത്മാഗാന്ധി, നെഹ്റു, BR അംബേദ്കർ, ഭഗത് സിംഗ്, ചന്ദ്രശേഖർ ആസാദ് ഇവരെക്കുറിച്ചെല്ലാം ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇവരുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ ഒരു വീഡിയോയിൽ ഉള്ളത്. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും കണ്ടു നോക്കുക. എല്ലാ ചോദ്യങ്ങളും ഉത്തരം പഠിച്ചു വെക്കുക കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും നല്ലൊരു വിജയം നേടാൻ ഈ ഒരു വീഡിയോ സഹായിക്കുന്നതായിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് എല്ലാം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ മറക്കല്ലേ, ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബും ചെയ്യുക, ബെല്ലൈക്കണും എനേബിൾ ചെയ്ത് വെക്കുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങളിലേക്ക് കറക്റ്റായി എത്തുകയുള്ളൂ. ഓക്കെ ആണല്ലോ? നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച പത്രം ഏതാണ്? മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച പത്രം ഏതാണ്? ഉത്തരം ഇന്ത്യൻ ഒപ്പീനിയൻ. മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച പത്രമാണ് ഇന്ത്യൻ ഒപ്പീനിയൻ. ഓരോ ചോദ്യവും വായിക്കുമ്പോൾ അതിൻ്റെ ഉത്തരം ഗസ് ചെയ്ത് നോക്കുക. അറിയാത്തതാണെങ്കിൽ ഒന്ന് നോട്ട് എഴുതി പഠിക്കുക, അല്ലെങ്കിൽ അപ്പോൾ തന്നെ ഉത്തരം ഒന്ന് പഠിച്ചു പോവുക കേട്ടോ. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹം എവിടെയായിരുന്നു? ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹം എവിടെയായിരുന്നു? ഉത്തരം ദക്ഷിണാഫ്രിക്കയിലാണ്. ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹം നടന്നത് ദക്ഷിണാഫ്രിക്കയിൽ. ഏത് വർഷം? 1906. പഠിച്ചു വെക്കാം കേട്ടോ. ഗാന്ധിജിയുടെ ആദ്യ സത്യാഗ്രഹം നടന്നത് ദക്ഷിണാഫ്രിക്കയിലാണ്, 1906. ഓക്കെ ആണല്ലോ? അടുത്ത ചോദ്യം നോക്കാം. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യ സത്യാഗ്രഹം ഏതാണ്? ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യ സത്യാഗ്രഹം ഏതാണ്? ഉത്തരം ചമ്പാരൻ സത്യാഗ്രഹമാണ്. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യ സത്യാഗ്രഹം. ചോദ്യം നോക്കണം. ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹം നടന്നത് ദക്ഷിണാഫ്രിക്കയിലാണ്, പക്ഷേ ഗാന്ധിജിയുടെ ഇന്ത്യയിലെ സത്യാഗ്രഹം എന്ന് പറയുന്നത് ചമ്പാരൻ സത്യാഗ്രഹമാണ്. ഏത് വർഷം? 1917. ഓക്കെ ആണല്ലോ? അടുത്ത ചോദ്യം നോക്കൂ. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യ നിരാഹാര സമരം ഏതാണ്? ചോദ്യം ശ്രദ്ധിച്ച് വായിക്കണം. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യ നിരാഹാര സമരമാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം എന്താണ്? ഉത്തരം അഹമ്മദാബാദ് മിൽ തൊഴിലാളി സമരം. അപ്പോൾ ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യ നിരാഹാര സമരം എന്ന് പറയുന്നത് അഹമ്മദാബാദ് മിൽ തൊഴിലാളി സമരമാണ്. വർഷം 1918. അടുത്ത ചോദ്യം നോക്കിക്കോളൂ. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരാണ്? ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരാണ്? ഉത്തരം നോക്കൂ. ഗോപാലകൃഷ്ണ ഗോഖലെ. ആരാണ്? ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരുവാണ് ഗോപാലകൃഷ്ണ ഗോഖലെ. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് നോക്കാം. ഗാന്ധിജിയുടെ ആത്മീയ ഗുരു ആരാണ്? ഗാന്ധിജിയുടെ ആത്മീയ ഗുരു ആരാണ്? ഉത്തരം എന്താണ്? ലിയോ ടോൾസ്റ്റോയ്. ഗാന്ധിജിയുടെ ആത്മീയ ഗുരുവാണ് ലിയോ ടോൾസ്റ്റോയ്. ശ്രദ്ധിക്കുക. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ഗോപാലകൃഷ്ണ ഗോഖലെ, ഗാന്ധിജിയുടെ ആത്മീയ ഗുരു ലിയോ ടോൾസ്റ്റോയ്. ഓക്കെയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഗാന്ധിജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ ആരാണ്? ഗാന്ധിജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ ആരാണ്? ഉത്തരം നോക്കൂ. സി രാജഗോപാലാചാരി. ഗാന്ധിജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനാണ് സി രാജഗോപാലാചാരി. ഓക്കെ ആണല്ലോ? അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ശിശുദിനമായി ആഘോഷിക്കുന്നത് ആരുടെ ജന്മദിനമാണ്? ഉത്തരം എല്ലാവർക്കും അറിയായിരിക്കും. ശിശുദിനമായി നമ്മൾ ആഘോഷിക്കുന്നത് ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനമാണല്ലേ? ഓക്കെ, അടുത്ത ചോദ്യം. ഗ്ലിംപ്സസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി എഴുതിയത് ആരാണ്? ഗ്ലിംപ്സസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി എഴുതിയത് ആരാണ്? ഉത്തരം ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒരു രചനയാണ് ഗ്ലിംപ്സസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി. ഓക്കെ, അടുത്ത ചോദ്യം. ഋതുരാജൻ എന്ന് നെഹ്റുവിനെ വിശേഷിപ്പിച്ചത് ആരാണ്?
ഋതുരാജൻ എന്ന് നെഹ്റുവിനെ വിശേഷിപ്പിച്ചത് ആരാണ്? ഉത്തരം ടാഗോർ. രവീന്ദ്രനാഥ ടാഗോറാണ് ഋതുരാജൻ എന്ന് നെഹ്റുവിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യ പ്രധാനമന്ത്രി ആരാണ്? പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യ പ്രധാനമന്ത്രി ആരാണ്? ഉത്തരം എന്താണ്? ജവഹർലാൽ നെഹ്റു ആണ്. ജവഹർലാൽ നെഹ്റു ആണ് പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യ പ്രധാനമന്ത്രി. നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു. അദ്ദേഹം പദവിയിലിരിക്കെയാണ് അന്തരിക്കുന്നത്. ഏത് വർഷം? 1964 മെയ് 27. ഓക്കെ ആണല്ലോ? അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. പോസ്റ്റൽ സ്റ്റാമ്പിലും നാണയത്തിലും പ്രത്യക്ഷപ്പെട്ട ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? പോസ്റ്റൽ സ്റ്റാമ്പിലും നാണയത്തിലും പ്രത്യക്ഷപ്പെട്ട ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ഉത്തരം വരുന്നത് ജവഹർലാൽ നെഹ്റു. ഓക്കെ ആണല്ലോ? പോസ്റ്റൽ സ്റ്റാമ്പിലും നാണയത്തിലും പ്രത്യക്ഷപ്പെട്ട ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു. ഓരോ ചോദ്യങ്ങളും ഉത്തരവും മാക്സിമം ഇപ്പോൾ തന്നെ പഠിച്ചു പോകാൻ ശ്രമിക്കുക കേട്ടോ. ഓക്കെ അല്ലേ? വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ മറക്കല്ലേ, ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ആധുനിക മനു, ആധുനിക ബുദ്ധൻ എന്നിങ്ങനെ അറിയപ്പെടുന്നത് ആരാണ്? ആധുനിക മനു, ആധുനിക ബുദ്ധൻ എന്നിങ്ങനെ അറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം വരുന്നത് ഡോക്ടർ BR അംബേദ്കർ. ആധുനിക മനു, ആധുനിക ബുദ്ധൻ എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്നത് ഡോക്ടർ BR അംബേദ്കർ ആണ്. അടുത്ത ചോദ്യം. ജാതി വ്യവസ്ഥയെ ന്യായീകരിച്ചതിൻ്റെ പേരിൽ മനുസ്മൃതി കത്തിച്ച നേതാവ് ആരാണ്? ജാതി വ്യവസ്ഥയെ ന്യായീകരിച്ചതിൻ്റെ പേരിൽ മനുസ്മൃതി കത്തിച്ച നേതാവ് ആരാണ്? ഉത്തരം വരുന്നത് ഡോക്ടർ BR അംബേദ്കർ. ജാതി വ്യവസ്ഥയെ ന്യായീകരിച്ചതിൻ്റെ പേരിൽ മനുസ്മൃതി കത്തിച്ച നേതാവാണ് ഡോക്ടർ BR അംബേദ്കർ. അടുത്ത ചോദ്യം ഇതാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി, ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ് എന്നിങ്ങനെ അറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി, ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ് എന്നിങ്ങനെ അറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം ഒന്ന് ഗസ് ചെയ്ത് നോക്കൂ. ശരിയായ ഉത്തരം ഡോക്ടർ BR അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി, ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ് എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ്. ഓക്കെ ആണല്ലോ? അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അംബേദ്കർ സ്ഥാപിച്ച ഒരു പത്രം ഏതാണ്? അംബേദ്കർ സ്ഥാപിച്ച ഒരു പത്രം. ഉത്തരം എന്താണ്? ഉത്തരം വരുന്നത് ബഹിഷ്കൃത ഭാരത്. അംബേദ്കർ സ്ഥാപിച്ച ഒരു പത്രമാണ് ബഹിഷ്കൃത ഭാരത്. ഓക്കെയാണേ? അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഇന്ത്യൻ നേതാവ് ആരാണ്? 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഇന്ത്യൻ നേതാവ് ആരാണ്? ഉത്തരം ഡോക്ടർ BR അംബേദ്കർ ആണ്. 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഇന്ത്യൻ നേതാവാണ് ഡോക്ടർ BR അംബേദ്കർ. അടുത്ത ചോദ്യം നോക്കിക്കോളൂ. ഭഗത് സിംഗ് നൗജവാൻ ഭാരത് സഭ എന്ന പേരിൽ സംഘടന സ്ഥാപിച്ച വർഷം ഏതാണ്? ഭഗത് സിംഗ് നൗജവാൻ ഭാരത് സഭ എന്ന പേരിൽ സംഘടന സ്ഥാപിച്ച വർഷം ഏതാണ്? ഉത്തരം 1926. ഭഗത് സിംഗ് നൗജവാൻ ഭാരത് സഭ എന്ന പേരിൽ സംഘടന സ്ഥാപിച്ച വർഷമാണ് 1926. നൗജവാൻ ഭാരത് സഭ സ്ഥാപിക്കുന്നത് 1926 ആരാണ്? ഭഗത് സിംഗ് ആണ് നൗജവാൻ ഭാരത് സഭ എന്ന സംഘടന സ്ഥാപിക്കുന്നത്. ഓക്കെ. അടുത്ത ചോദ്യം. ഭഗത് സിംഗ് ലാഹോറിൽ ആരംഭിച്ച മാസിക ഏതാണ്? ഭഗത് സിംഗ് ലാഹോറിൽ ആരംഭിച്ച മാസിക ഏതാണ്? ഉത്തരം കോമ്രേഡ്സ് ആണ് ഭഗത് സിംഗ് ലാഹോറിൽ ആരംഭിച്ച മാസിക. മറന്നു പോകരുത്, ശ്രദ്ധിച്ച് പഠിച്ചു വെച്ചോളൂ. ഭഗത് സിംഗ് ലാഹോറിൽ ആരംഭിച്ച മാസികയാണ് കോമ്രേഡ്സ്. ഓക്കെ. അടുത്ത ചോദ്യം ഇതാണ്. ഭഗത് സിംഗ് രചിച്ച പ്രബന്ധം ഏതാണ്? ഭഗത് സിംഗ് രചിച്ച ഒരു പ്രബന്ധം ഏതാണ്? ഉത്തരം ഇതാണ്. വൈ ആം ആൻ എത്തീസ്റ്റ്.
വൈ ഐ ആം ആൻ എത്തീസ്റ്റ് എന്നതാണ് ഭഗത് സിംഗ് രചിച്ചൊരു പ്രബന്ധം. ഓക്കെ ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഭഗത് സിംഗിനെ വധശിക്ഷയ്ക്ക് വിധിച്ചത് ഏത് കേസിലാണ്? ഭഗത് സിംഗിനെ വധശിക്ഷയ്ക്ക് വിധിച്ചത് ഏത് കേസിലാണ്? ഉത്തരം വരുന്നത് ലാഹോർ ഗൂഢാലോചന കേസ്. ഭഗത് സിംഗിനെ വധശിക്ഷയ്ക്ക് വിധിച്ചത് ലാഹോർ ഗൂഢാലോചന കേസിലാണ്. ഓക്കെ, അടുത്ത ചോദ്യം. ഭഗത് സിംഗിനെ തൂക്കിലേറ്റിയ ജയിൽ ഏതാണ്? ഭഗത് സിംഗിനെ തൂക്കിലേറ്റിയ ജയിൽ ഏതാണ്? ഉത്തരം ലാഹോർ ജയിൽ. ഭഗത് സിംഗിനെ തൂക്കിലേറ്റിയ ജയിൽ ഏതാണ്? ലാഹോർ ജയിലാണ്. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഭഗത് സിംഗ് യുവാക്കൾക്കിടയിലെ ഒരു പുത്തനുണർവിൻ്റെ അടയാളമായി മാറിയെന്ന് അഭിപ്രായപ്പെട്ട വ്യക്തി ആരാണ്? ഭഗത് സിംഗ് യുവാക്കൾക്കിടയിലെ ഒരു പുത്തനുണർവിൻ്റെ അടയാളമായി മാറി എന്ന് അഭിപ്രായപ്പെട്ട വ്യക്തി ആരാണ്? ഉത്തരം വരുന്നത് സുഭാഷ് ചന്ദ്രബോസ്. ഭഗത് സിംഗ് യുവാക്കൾക്കിടയിലെ ഒരു പുത്തനുണർവിൻ്റെ അടയാളമായി മാറി എന്ന് അഭിപ്രായപ്പെട്ട വ്യക്തിയാണ് സുഭാഷ് ചന്ദ്രബോസ്. ഓക്കെയാണേ. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ചന്ദ്രശേഖർ ആസാദ് ജനിച്ചത് എപ്പോഴാണ്? ചന്ദ്രശേഖർ ആസാദ് ജനിച്ചത് എപ്പോഴാണ്? ഉത്തരം വരുന്നത് 1906 ജൂലൈ 23. ചന്ദ്രശേഖർ ആസാദ് ജനിക്കുന്നത് 1906 ജൂലൈ 23-നാണ്. അലിരാജ്പൂർ, മധ്യപ്രദേശിലെ അലിരാജ്പൂരിലാണ് ചന്ദ്രശേഖർ ആസാദ് ജനിക്കുന്നത്. വർഷം 1906 ജൂലൈ 23. അടുത്ത ചോദ്യം ഇതാണ്. ബൽരാജ് എന്ന പേരിലും അറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? ബൽരാജ് എന്ന പേരിലും അറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? ഉത്തരം വരുന്നത് ചന്ദ്രശേഖർ ആസാദാണ്. ചന്ദ്രശേഖർ ആസാദ് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ബൽരാജ്. ഓർത്ത് വെച്ചോളൂ, ബൽരാജ് എന്നറിയപ്പെടുന്നത് ചന്ദ്രശേഖർ ആസാദാണ്. അടുത്ത ചോദ്യം നോക്കാം. ചന്ദ്രശേഖർ ആസാദ് ആരംഭിച്ച സംഘടന ഏതാണ്? ചന്ദ്രശേഖർ ആസാദ് ആരംഭിച്ചൊരു സംഘടന ഏതാണ്? ഉത്തരം ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് അസോസിയേഷൻ. ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് അസോസിയേഷൻ സ്ഥാപിച്ചിരിക്കുന്നത് ചന്ദ്രശേഖർ ആസാദാണ്. അവസാന ചോദ്യം ഇതാണ്. ബ്രിട്ടീഷ് പോലീസുമായുള്ള കടുത്ത ഏറ്റുമുട്ടലിനൊടുവിൽ ചന്ദ്രശേഖർ ആസാദ് വീരമൃത്യു വരിച്ച നഗരം ഏതാണ്? ബ്രിട്ടീഷ് പോലീസുമായുള്ള കടുത്ത ഏറ്റുമുട്ടലിനൊടുവിൽ ചന്ദ്രശേഖർ ആസാദ് വീരമൃത്യു വരിച്ച നഗരം ഏതാണ്? ഉത്തരം വരുന്നത് അലഹബാദാണ്. എവിടെ വെച്ചിട്ടാണ് ചന്ദ്രശേഖർ ആസാദ് വീരമൃത്യു വരിക്കുന്നത്? അലഹബാദിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഫ്രണ്ട്സ്, സ്വദേശ് മെഗാ ക്യൂസ് സ്കൂൾ തല മത്സരത്തിൽ ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. ദേശീയ നേതാക്കളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് കണ്ടത്. എല്ലാം വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ തന്നെയാണ്. നിർബന്ധമായും പഠിച്ചു വെക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്കായൊരു സ്പെഷ്യൽ ക്വസ്റ്റ്യൻ തരാം. ചോദ്യം നോക്കൂ. പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യ പ്രധാനമന്ത്രി ആരാണ്? പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യ പ്രധാനമന്ത്രി ആരാണ്? ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം എല്ലാവരും നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. ഒപ്പം നിങ്ങളുടെ പേരും കൂടെ ആഡ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോവണേ. വീഡിയോയ്ക്ക് ഹൈപ്പും നൽകാൻ മറക്കരുത്. ആരൊക്കെ ഹൈപ്പ് ചെയ്തെന്നും കമൻറ്റ് ചെയ്യണേ. നമുക്കിനി മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.